ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ വായിച്ചാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ റൂമത്തെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ഷെമി ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എത്ര ഉണ്ട് എന്ന്. എനിക്ക് ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കൂടെ അങ്ങനത്തെ ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാനിങ്ങനെ സ്റ്റഡി മേക്ക് ഓവർ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണിട്ട് വെളുത്തിട്ടോ. എനിക്ക് ഇവളെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവളെ വീഡിയോ ആണ് കൂടുതൽ ഞാൻ കാണാറുള്ളത് കേട്ടോ. ഇവളെ വീഡിയോ ഞാൻ കാണലുണ്ട്. എനിക്ക് ഇവളെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിൾ പറയുന്നത് കുഞ്ഞ് സ്റ്റഡി ടേബിളാണ് കേട്ടോ. കുഞ്ഞാണ്, എത്ര കൽപ്പുണ്ട്, എത്ര കൽപ്പുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് സ്റ്റഡി ടേബിളിൽ ഞാനൊരു അതേപോലൊക്കെ ആക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഫുൾ പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിള്. അതേപോലെ ഞാൻ കുറേ ആക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ പാളിപ്പോയി ഇതാ പറയാനുള്ളത്, പാളിപ്പോയി. അതേപോലെ തന്നെ നമുക്ക് 4 വീഡിയോയിലേക്ക് കടക്കാം. സമയം 9:57 അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റൂമിലേക്ക് കിടക്കുമ്പോൾ തന്നെ കാണുന്നത് 2 അലമാരക്കാരം. ഇതിൻ്റെ ഉമ്മാൻ്റെ അലമാരയും ഇത് എൻ്റെ അലമാരയാണ്. ഇത് കണ്ടാൽ പറയും ഇതെൻ്റെ അലമാരയാണ്, കാരണം അങ്ങനത്തെ കോലാണ് എൻ്റെ അലമാരക്ക് ഞാൻ കാട്ടി വെച്ചത്. പിന്നെ ഇത് എൻ്റെ ഉമ്മാൻ്റെ അലമാരയാണ്. അപ്പോൾ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് കൊടുന്നതാട്ടോ. ഈ കട്ട ഞാൻ ഇവിടെ വെച്ചിക്കാണ്. ഇതിങ്ങനെ എടുക്കാനും കഴിയും, പിന്നെ ഇങ്ങനെ കുത്താനും കഴിയും. ഓക്കെ, പിന്നെ ഇതിമുള്ളത് കുറച്ച് പൂച്ചക്കുട്ടികളൊരു പിക്ചറാണ്, സ്റ്റിക്കർ, ഫുഡ്. പിന്നെ ഞാൻ ഇത് കാട്ടി വെച്ച പ്രായത്തരങ്ങളാണ്. മൈനെ മിൻഹ, പിന്നെ ഒരു മിയാവ്, പിന്നെ ക്ലാസ് ഓൾറെഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതും ഗൾഫിൽ നിന്ന് നടന്നതാണ് കേട്ടോ. ഇത് പിന്നെ എൻ്റെ ചങ്ങാഴ്ചി ഗിഫ്റ്റ് തന്നതാണ്, എൻ്റെ ഒരു ഫ്രണ്ട്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടോ. അതൊക്കെ അലമാരമ്മ തൂക്കിയിട്ടൊക്കെയാണ്. ഇത് പിന്നെ ഇത് ഗൾഫിൽ നിന്ന് നടന്നതാണ് കേട്ടോ. രസമല്ലേ, ക്യൂട്ടിട്ടുണ്ട്. പിന്നെ ചെരുപ്പൊക്കെ, പിന്നെ ഷൂസ് ഉണ്ട്. അതാ ഇത് പോന്നു. ഇതിൻ്റെ ഷൂസ് ഊരാൻ കിട്ടും, ഉണ്ടോ? ഇനിയിപ്പോൾ ഇമ്മ വെക്കണ്ടേ, കുറച്ച് ഗതിയാണ്. അപ്പോൾ നമുക്ക് കൈ പിടിച്ചിരിക്കാം. പിന്നെ ഇവിടെ അടിയത്തെ തട്ടിൻ്റെ വാതിൽ അത്രക്കൊന്നും ഇതേപോലെ നിറച്ച് വെച്ചിട്ടൊന്നുമില്ല. കുറച്ച് കാറ്റ്സ്, സോ ക്യൂട്ട്. പിന്നെ ഒരു മീനിൻ്റെ ചിത്രം, പിന്നെ ഒരു പൂവിൻ്റെ ചിത്രം, പിന്നെ ഒരു എന്താ അറിയില്ല കേട്ടോ. ഇത് പിന്നെ ഒരു പൂവിൻ്റെ ചിത്രം. ഇവിടെ ഒരു ഇമോജി, പിന്നെ ഒരു പൗച്ചിൻ്റെ ദിമലൊക്കെ ഉണ്ടാവുമല്ലോ, അത് ദിമ തൂക്കി വെച്ചതാണ്. പിന്നെ ഒരു ടെഡി ബിയർ മീ. പിന്നെ ഇവിടെ നോക്കിയാൽ ഒരു ഷട്ടിൽ ബാറ്റ് കാണാൻ കഴിയും, ഉണ്ടോ? ഇത് ഞാൻ എൻ്റെ അപ്പാനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് ഇത് കേട്ടോ. പിന്നെ വാങ്ങിച്ചപ്പോൾ അത് കളിച്ചലൊന്നുമില്ല, ഇടയ്ക്ക് എടുത്ത് നോക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഉള്ളിൽ 2 ബാറ്റ്, ഒരു റെഡ് കളറും പിന്നെ ഒരു യെല്ലോ കളറും, പിന്നെ കോർക്കും. ഇത് ഇവിടെ പൊട്ടിക്കണം. എന്നാലും അടിപൊളി കേട്ടോ ഈ ബാറ്റ്. ഇത് ഞാൻ വാങ്ങി കുറച്ച് ദിവസം കളിച്ചു, പിന്നെ ഇത് തൊട്ടിട്ട് തന്നെയല്ല, ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഭംഗിക്ക് അവിടെ കൊണ്ടുപോയി വെച്ചതാണ്, എല്ലാവരും കണ്ടോട്ടെ എന്നൊക്കെ കരുതിയിട്ട്. ഒരു മെയിനാവെന്നൊക്കെ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു ഇതിൽ വെച്ചതാണ് അവിടെ രസത്തിന്.
ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കാം, അതിന് വേണ്ടി വെച്ചതാണ്. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ ഇത് അവിടെ ഞാൻ കൊണ്ടുപോയി. ഇവിടെ ഒരു സ്റ്റൂളും ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വെറുതെ ഒരു രസത്തിന് വെച്ചതാണ്. അതെൻ്റെ അമ്മ കൊണ്ടുപോയി. അല്ല, ബാക്ക്ഗ്രൗണ്ട് കാണാൻ കഴിയില്ല. പിന്നെ ഇത് അവിടെ ഒരു കേച്ചി ഉണ്ട് കേട്ടോ, ഇതും ഞാൻ ഗൾഫിൽ നിന്ന് ഇടുന്നതാണ്. നല്ല ഭംഗിയില്ല കാണാൻ. പിന്നെ ഇതാണ് ഞാൻ കിടക്കുന്ന കിടക്ക. കണ്ടോ ഗൈസ്, കണ്ടോ? ഇത് പിന്നെ എൻ്റെ തൊപ്പിയാണ്. ഞാൻ ഇവിടെ വെക്കാറുള്ളത് തൊപ്പി. നമുക്ക് ഈ ജനനം പൂട്ടാം, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ശബ്ദം കേൾക്കും. ഇനി അങ്ങനെ പോയാൽ ഇവിടെ ഒരു 3 ജനൽ കാണുന്നുണ്ട്. ഇവിടെ തുറന്ന മെയിൻ റോഡും പിന്നെ ഒരു മലയാണ് കാണുക. തുറന്ന് കാണിക്കുക. ഇവിടെ ഫുള്ള് കാടായിരുന്നു. ഇവിടെ ഫുള്ള് ഇതൊക്കെ വെട്ടിയിട്ട് ഇവിടെ മല, ആ മല അങ്ങോട്ട് നേർക്ക് കാണാൻ ഉണ്ടോ. ഇവിടെ ഫുൾ കാടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. മല അത്രക്കൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ആ കാടൊക്കെ വെട്ടിയപ്പോൾ അത് ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് ഒരു എത്ര 6 മണിക്കൊക്കെ നീച്ചു നോക്കിയാൽ ഇവിടെ കോടുണ്ടാവും കേട്ടോ. ഇവിടെ ഈ സ്ഥലത്ത് കോടുണ്ടാവും ചെറുതായിട്ട്, നല്ലതൊന്നുമില്ല, ചെറുതായിട്ട്. ആൻഡ് ഇതും ഞാൻ വാഹനങ്ങളുടെ ശബ്ദം കേൾക്കും. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ പോയാൽ എൻ്റെ സ്റ്റഡി ടേബിളാണ് കാണുക. ഇതിൻ്റെ ബാഗാണ്, ഇതാണ് എൻ്റെ ബാഗ്. ഇതൊക്കെ എന്താ, ദിസ് ഈസ് മൈ ബാഗ്. ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇത് ബാത്റൂമിൽ വെക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാനിത് പേന ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പേന വെക്കണൊരു ഇതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞു ബുക്കാണ്, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ആ, ബെസ്റ്റ് ഫ്രണ്ട്സ്, ഹിന, റിത, മിൻഹ, ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇത് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇത് ബെസ്റ്റ് ഫ്രണ്ട്സ് റിത, ഹിന, മിൻഹ, ലിയ, ഷബൂബ, സൻഹ, റയ്യ, ജുഫ്ന. ഇതൊക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാരികളും. അപ്പോൾ ലവ് യു ഡിയേഴ്സ്. അപ്പം ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട്. അതാ ഇവിടെ വെക്കാം. പിന്നെ ഉള്ളൊരു വേൾഡ് കപ്പിൻ്റെ ഒരു മിനി വേർഷനാണ്, കണ്ടോ? ഇതും മേമ ഖത്തറിന്ന് കൊടുന്നതാണ് കേട്ടോ. പിന്നെ കാണുന്നത് ഇതിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ 4ാം ക്ലാസ്സിലത്തെ മിസ്സ് തന്നതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ് ഇപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്? 11ാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിത്തന്നതാണ് എൻ്റെ 4ാം ക്ലാസ്സിലത്തെ മിസ്സ്. അപ്പം എങ്ങനെയുണ്ട്? ഇതിങ്ങനെ തരിങ്ങനെ ചാടും, നല്ല ഭംഗിയില്ലേ? ഇത് പിന്നെ എൻ്റെ കൂട്ടുകാരികൾ തന്നതാണ്. ഇതിൻ്റെ റാബിറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരു റെഡ് പേന, പിന്നെ ഒരു ബ്ലാക്ക് മഷീൻ, പിന്നെ ഇത് ചില്ലറ, ഇത് പിന്നെ ഒരു ക്ലിപ്പ്, ഇത് പിന്നെ ഒരു കിൻഡർ ജോയിലൊക്കെ കിട്ടൂലേ അങ്ങനത്തെ സാധനം, കളിപ്പാട്ടങ്ങൾ. അപ്പോൾ എനിക്കൊരു മോതിരം കിട്ടിയിരുന്നു. പിന്നെ ഒരു ക്ലിപ്പ്, ഇങ്ങോട്ട് കുത്താനുള്ളൊരു ക്ലിപ്പ്. പിന്നെ ഇതാണ്, ഇനി കഴിഞ്ഞിട്ടില്ലല്ലേ. ഇത് പിന്നെ ബാഗാണ്, എൻ്റെ ബാഗ്. ഇത് എനിക്ക് ഗൾഫിൽ നിന്ന് അബ്ദുള്ള തന്നതാണ് കേട്ടോ. ഈ ബാഗ്, ഈ ഒരു മിനി ബാഗ്. ഇതിലൊരു കണ്ണാടി ഉണ്ടായിരുന്നു, അത് മേമ കൊണ്ടുപോയി. അപ്പോൾ ഇതിലുള്ളത് അത്രക്കൊന്നുമില്ല, ഒരു സ്റ്റിക്കി നോട്ടും പിന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ കവറും. എന്തിനാ വെച്ചിരിക്കണത് എനിക്കറിയില്ല, നല്ല വെറുതെ രസത്തിന് വെച്ചിരിക്കണം. ഇത് ഒരു ഇതാണ്, കാണിച്ചു തരാം. ഇത് സ്വിച്ച് ഇതിൽ കുത്തി വെച്ചിട്ടതിന് ശേഷം കുത്തുണ്ട്, ഉണ്ടോ? നല്ല രസമില്ല കാണാൻ. ഇത് ഞാൻ രാത്രി പേടിക്ക് വെക്കണ ഒരു സാധനമാണ്.
രാത്രി കാണാൻ അടിപൊളിയായിട്ട് ഒരു ലവ് ചിഹ്നത്തിൻ്റെ ലൈറ്റ്. അപ്പോൾ ഇതാണ് ഈ ബാഗിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഒരു സ്റ്റിക്കി നോട്ട് ഇതിൽ വെച്ചിരിക്കണ് ഈ ഒരു കവറിലാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ എന്താ ഉള്ളത്, പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ എന്തൊരു നോട്ടീസ് ബുക്കും ഉണ്ട്. അതൊക്കെയല്ലേ ഈ ബാഗിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഒരു നോട്ടീസ് ബുക്ക് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പിന്നെ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ തന്നെ ഉള്ളൂ ഈ ബാഗിൻ്റെ ഉള്ളിൽ. എൻ്റെ ലൈറ്റ്, പിന്നെ ഡയറി മിൽക്കിൻ്റെ കവർ. ഇത് ഞാൻ വെറുതെ വെച്ചിരിക്കണതല്ല. ഇത് എൻ്റെ ജുഫ്ന സൻഹ എന്ന് പറഞ്ഞ 2 കൂട്ടുകാരികളുണ്ട്. അവരുടെ ബർത്ത്ഡേക്ക് തന്നൊരു ഡയറി മിൽക്കിൻ്റെ കവറാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സൂക്ഷിച്ച് വെക്കാൻ. അപ്പം ഞാനൊന്ന് സൂക്ഷിച്ച് വെച്ചതാണ് ഓർമ്മയ്ക്ക്. ജുഫ്നയാണ് പറഞ്ഞത്. ജുഫ്ന ഇതിൻ്റെ ഒക്കെ ഒരാളാണ്. അവൾക്ക് എന്ത് കയ്യിൽ കിട്ടിയാലും അത് അവൾക്ക് സൂക്ഷിച്ച് വെക്കണം. അത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പൂട്ടി വെക്കുന്നുണ്ട്. അയ്യോ 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 എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഈ ബാഗ്. ക്യൂട്ട് ബാഗ്. ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ അതിൽ വെക്കൽ. ഇത് ഞാൻ ആകെ കളർ മഷി ആക്കിയിട്ടുണ്ട് ബാഗിൽ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ കൂടി ചളിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ. ഇത് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഈ റോസ്മേരിൻ്റെ വാട്ടർ ആയതല്ല, അതിൻ്റെ ഉള്ളിൽ വെള്ളമാണ്. ഇത് ഞാനിങ്ങനെ കണ്ണാടി ഉണ്ടോ, കണ്ണാടി നോക്കൂ നിങ്ങൾ, കൈമ തൊട്ടപ്പാട് അതിങ്ങനെ കയറി ഇങ്ങനെ വെള്ളം നനച്ചാൽ ഇങ്ങനെ തുടക്കാനുള്ള ഒരു യൂസ്ഫുള്ളായിട്ടാണ് ഞാൻ വെച്ചത്. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് കുറേ നേരം കാണിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ ഉള്ളത് ഇത് ഞാൻ പറഞ്ഞില്ലേ ജുഫ്ന പറഞ്ഞ കൂട്ടുകാരത്തി ഓൾ തന്നതാണ് ഈ ഒരു ബുക്ക്. ഇത് എനിക്ക് 4ാം ക്ലാസ്സിൽ നിന്ന് തന്നതാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇനി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കലാവിരുദ്ധകളാണ് കേട്ടോ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എഴുതിയിട്ട് ഞാനൊരു കൂട്ടി വരച്ചിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ആൻഡ് അവളെ പേര് വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് ചിഞ്ചു എന്നാണ്. ഞാനവളെ ജുപ്പിറ്റർ എന്ന് വിളിക്കും. അവളെ പേര് പേര് ജുപ്പിറ്റർ എന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവളെ ജുപ്പിറ്റർ എന്നാണ് വിളിക്കാറുള്ളത്. പിന്നുള്ളത് ഒരു വാച്ചാണ്. അല്ല ഇതെന്തിനാണ് എനിക്കറിയില്ല. ഇത് നിങ്ങൾക്കറിയില്ലേ, എന്താ പറയുക, പേപ്പർ സോപ്പ് സെല്ലോ ടാപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 2 സെല്ലോ ടാപ്പ് വെച്ചിട്ട് 2 ഒട്ടിച്ചതാണ്. ഇങ്ങനെ അതെന്തിനാ എനിക്ക് കൂടി അറിയില്ല, വെറുതെ ഒരു രസത്തിന് ഒട്ടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സ്പോഞ്ചും പിന്നെ ഒരു കട്ടിയാണ്. ഇതിൻ്റെ അമ്മമ്മ ബർത്ത്ഡേക്ക് തന്നതാട്ടോ. വാച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ കരുതുന്നു. പോലുമില്ല ഇതിൻ്റെ ഉള്ളൊന്നും. ഇപ്പോൾ കണ്ടവർക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാരും. ഇത് അമ്മമ്മ തന്ന വാച്ചാണ്. ഒരു മോതിരവും തന്നിരുന്നു. കുട്ടി കണ്ടോ, ഇത് ഞാൻ സ്കൂൾ കിടക്കിടലുണ്ട്. അയ്യോ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട വാച്ച്. അപ്പം സൂക്ഷിച്ച് വെക്കാൻ കരുതണ്ട, ഞാൻ ഇടയ്ക്ക് ഇടലുണ്ട്. എനിക്കിഷ്ടമുള്ള വാച്ചാണ്. ഞാൻ ഇവിടെ കൊണ്ടുപോയാണ് ഇത് വെക്കാറുള്ളത്. ഉണ്ടോ, ഇതൊരു ഐ ക്യാൻഡിയാണ്. ഇതും പപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ ഐ ക്യാൻഡി. ഇത്ര ഉണ്ടായിരുന്നു, ഫുൾ തീർത്തിക്കണ്. അപ്പോൾ ഇതിൻ്റെ പെട്ടി വെറുതെ ഇങ്ങനെ ഇരിക്കില്ല, ഒരു ഭംഗിക്ക് വെക്കുകയാണ്. ഓർമ്മക്ക് കേട്ടോ, ഭംഗിക്ക് അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ ഇവിടുത്തെ തട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് 2ാമത്തെ തട്ടി നോക്കാം. ഇതാണ് എൻ്റെ 2ാമത്തെ തട്ടി. 3ാമത്തെ തട്ടിയിലും 2ാമത്തെ തട്ടിയിലുമാണ് ഇന്ത്യയിൽ കൂടുതൽ വേണ്ടപ്പെട്ട സാധനങ്ങളുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഇതാണ്, എന്താ പറയുക. അപ്പോൾ ഇത് എനിക്ക് ഫൊഹ്മാറിന് ഒരു കൂട്ടുകാരി തന്നതാണ്. എൻ്റെ 4ാം ക്ലാസ് എൻ്റെ ബർത്ത്ഡേക്ക് 10ാമത്തെ വയസ്സത്തെ ബർത്ത്ഡേക്ക് തന്നതാണ് ഓൾ എനിക്ക് ഈ ഒരു ഫ്ലവർ പോട്ട്.
പിന്നെ ഇത് ഇത് ഇതെന്താ ഇതെന്താ ഇത് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് എനിക്ക് ബാഗിൻ്റെ ഒപ്പം കിട്ടിയതാണ്, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു കിൻഡർ ജോയിൻ്റെ ഒപ്പം കിട്ടിയ കുറേ ഇതാണ് കേട്ടോ. ഇത് കിൻഡർ ജോയിൻ്റെ ഒപ്പം കിട്ടിയതല്ല, ഇത് ഞാൻ വാങ്ങിയതാണ്. ഇതും ഈ റാബിറ്റും ഒന്ന് നേരം നിൽക്ക്. ഈ ഒരു മാനും പിന്നെ ഒരു റോക്കറ്റ് പറത്തണ ഒരു മനുഷ്യനും ഇതൊക്കെ കിൻഡർ ജോയിൻ്റെ ഒപ്പം കിട്ടിയതാണ്. പിന്നെ ഒരു പരീക്ഷ എഴുതണ ബോർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടുണ്ടെന്നോ അതവിടെ ഉണ്ട്. അത് ഞാൻ അരുവ് കൊണ്ടുപോയി കേട്ടോ. അരുവ് കൊണ്ടുപോയി വെച്ചിരിക്കണം. ആരും കാണാത്ത രീതിയിൽ വെച്ചതാ കരുതണ്ട, ഒരു ഭംഗിക്ക് കൂടി ഇരുന്നോട്ടേ കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ഹെഡ്സെറ്റ്, ഇതിൻ്റെ ഫുൾ ഭംഗിയാണ്. ആൻഡ് വെക്കണതൊക്കെ എന്തോ കോലത്തിലാണ് വെക്കണതൊക്കെ. ഇതിൽ ചാർജില്ല കേട്ടോ ഹെഡ്സെറ്റ്. പിന്നെ ഒരു വാച്ച്, ഇങ്ങനെ കൈമട്ടലിട്ടൊക്കെ പൊട്ടണ വാച്ച് ഉണ്ടാവല്ലോ. ഇത് പണ്ടൊക്കെ ഫേമസ് ആയിരുന്നു, ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇത് ഫേമസ് ആയിരുന്നു. എനിക്ക് വാങ്ങി തന്നിരുന്നു കേട്ടോ. പിന്നെ എന്തുവാ, പിന്നെ എൻ്റെ പരീക്ഷ പേപ്പറാണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതെന്താ ടിഷ്യൂ ആണ്, ഇതൊക്കെ വീണ്. ഇതിൻ്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്, ഇതൊക്കെ വാണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചതാണ് കേട്ടോ, അല്ലാതെ ഓർമ്മയ്ക്ക് വെച്ചതില്ല. പിന്നെ 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 കുറേ ബുക്കുകളാണ്. ഇങ്ങനത്തെ ഒരു ബുക്ക് ആൻഡ് യസുനരി കവാബത്ത 1000 കുറ്റികൾ പറക്കുന്നു, 1000 ക്രെയിൻസ്, അങ്ങനത്തെ ഓരോ ബുക്സാണ് എൻ്റെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ മദ്രസത്തെ ബുക്സാണ്. ആൻഡ് 3ാമത്തെ തട്ടി നോക്കുമ്പോൾ അതാ അപ്പം എന്താ, ഞാൻ ഇപ്പോൾ കസാരമ്മ കയറി നിന്നിട്ടാണ് പറയണത്. കസാരൻ്റെ ഈ നമ്മൾ ഇത് ഒരു സ്പോഞ്ചാണ് കേട്ടോ. എൻ്റെ അമ്മാൻ്റെ വാച്ചിൻ്റെ സ്പോഞ്ചാണ്. 2 പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. എന്തിനാ എനിക്കും കൂടി അറിയില്ല, ഓരോ പിരാന്ത് പിടിച്ചുമ്പോൾ ഓരോ ഇത്. പിന്നെ ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്തോ ബ്രഷൊക്കെ ഇട്ട് വെക്കണ ഒരു കൊട്ടയാണ്, അത് ഞാൻ പെൻസിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ പേനയാണ്. ഇത് പിന്നെ ബോർഡുമൊക്കെ എഴുതൂലേ, അങ്ങനത്തെ പേന ഉണ്ടാവുമല്ലോ, വൈറ്റ് ബോർഡുമേ, അതാണ്. പിന്നെ സ്കെച്ച്, പിന്നെ ഒരു കളറ്, പിന്നെ ഇങ്ങനെ പേപ്പറൊക്കെ പാറാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കണ ഒരു ഇതാണ്, അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റബ്ബറൊക്കെ ഇട്ട് വെക്കണത്. പിന്നെ ഇത് പേന കേട്ടോ, ഇങ്ങനത്തെ ഒരു പേനയാണ്. ഇത് പെൻസിൽ, ഇത് പിന്നെ ഒരു തടിയൻ പേനയാണ്. ഇത് പിന്നെ റെഡ് കളർ ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, ഒരു ബ്ലൂ ഉണ്ടാവും. നല്ല വൃത്തിയായിട്ടോ പേനുണ്ട് ഇതിൽ. പിന്നെ ഉള്ളത് ഒരു കുറേ ഇങ്ങനത്തെ പേനയാണ് കേട്ടോ, അത് ഞാൻ ഇവിടെ വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഈ റിമോട്ട്, ഫാനിൻ്റെ റിമോട്ടാണ്. ഫാനിൻ്റെ റിമോട്ട് ഇട്ടത് ഞാൻ ഇവിടെ വെച്ചു. പിന്നെ മുകളിലത്തെ തട്ടിയിൽ പിന്നെ കുറച്ചുകൂടി അലങ്കോലായി കിടക്കുന്നുണ്ട്. ഇത് സ്പ്രേനാണ് കേട്ടോ. ഇത് പിന്നെ ലിപ് ബാം, ഇത് 2 സ്പ്രേന്, ഇത് ലോഷന്, ഇത് പിന്നെ പോൺസിൻ്റെ പൗഡർ. ഇത് പിന്നെ എനിക്ക് ദശ ഉണ്ട് കേട്ടോ. അപ്പോൾ മിക്ക കുട്ടികൾക്കും ദശ ഉണ്ടാവും. അപ്പോൾ ഞാൻ ദശ പോകാൻ വേണ്ടിയിട്ട് മൂക്കിലടിച്ചിട്ടതാണ്. ഞാനൊന്നും കൂടി കയറിയിട്ടുണ്ട്. മൂക്കിലടിച്ചിട്ട് മരുന്നാണ് ദശ പെട്ടെന്ന് പോത്രേ. പിന്നെ ഇതിൻ്റെ കുറ്റി ഇങ്ങനൊന്നുമല്ലേ ഇതിൻ്റെ കുറ്റുള്ളത് കേട്ടോ. ഈ ഒരു മാതിരിയൊന്നുമല്ല കുറ്റി ഉണ്ടായിരുന്നത്. ഞാൻ വേറൊരു ലുക്കിലാക്കിയതാണ് ഈ ഒരു കുറ്റിനെ. കണ്ടോ, നല്ല രസമാണ്. എൻ്റെ കലാവിരുദ്ധകളാണ്. പിന്നെ ഇവിടെ 2 ചീർപ്പുണ്ട്. പിന്നെ എൻ്റെ പുണ്ണിൻ്റെ മരുന്നാണ് കേട്ടോ, ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുരൻ്റെ മരുന്ന്. പിന്നെ ഇതൊരു എന്താ പറയുക, കൊതുകിനൊക്കെ തുരത്താനുള്ള എന്തോ ഒരു സാധനമാണ്. ഈ പരസ്യത്തിലൊക്കെ കാണും അത്. പിന്നെ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇങ്ങനെ അടിക്കിടുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ ലൈറ്റ് എത്തും. ഇങ്ങനൊരു സംഭവം ഉണ്ട്, കണ്ടോ മീനുണ്ടല്ലോ, സമ്മതിക്കുന്നില്ല എന്നിട്ട്. ഇവിടെ ഒരു അടിയിലൊരു സാധനം ഉണ്ട്, കണ്ടോ, കണ്ടു എന്ന് വിചാരിക്കുന്നു.
അതിങ്ങനെ കത്തും, നല്ല ഭംഗിയായിരുന്നു. ഇപ്പം അതാകെ അലങ്കോലായിട്ടുണ്ട്. അതൊരു ഓർമ്മക്ക് എടുത്തതാണ്. പിന്നെ ഇത് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇതിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കൂട്ടുകാർത്തികൾ തന്നതാണ്. ഇത് റിത, മൈ ബെസ്റ്റ് ഫ്രണ്ട്, ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹിന, മൈ ബെസ്റ്റ് ഫ്രണ്ട് ജുഫ്ന, ആൻഡ് മൈ ബെസ്റ്റ് ഇവർ 3 ആൾക്കാരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടോ. പിന്നെ ഇവർ ഷബൂബ, ഇവൾ സൻഹ, ഇവിടെ ഇത് ലിയ, ഇത് ഷബൂബ. ഇവരൊക്കെയാണ് എല്ലാവരും ഇവർ എല്ലാവരും കൂടിയിട്ടാണ് എനിക്ക് ഈ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ മിൻഹ. എൻ്റെ പേര് മിൻഹയാണ്. അപ്പോൾ ഒരു ലവ് ചിഹ്നത്തിൻ്റെ ഹാർട്ടും. ഇവർ ഫസ്റ്റ് ഇത് പൊട്ടിയിരുന്നു, ആദ്യത്തേത് പൊട്ടിയിരുന്നു. എനിക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് തന്നത്. ആദ്യത്തേത് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയതാണ് വലുത് കേട്ടോ. പിന്നെ ഇവിടെ ഒരാളും കൂടി ഉണ്ട്, ഇത് കിട്ടൂലേ, അതുകൊണ്ട് നമുക്ക് സ്പ്രേന് ഇങ്ങോട്ട് വെക്കാം. എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് വെക്കാം. ലിപ്സ്റ്റിക് ഒക്കെ ഇങ്ങോട്ടൊക്കെ കേട്ടോ. കണ്ടോ, ഇവിടെ ഒരാൾ കണ്ടോ, ഇതിൻ്റെ ഷഹാന തന്നതാണ്. ഷഹാന ബർത്ത്ഡേക്ക് തന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഫ്രണ്ട് പറഞ്ഞാണ്ട് തന്നതാണ് കേട്ടോ. അതൊക്കെ പോയി, പൊട്ടാത്ത ഭാഗ്യമുണ്ട്. ഇത് ലിപ്സ്റ്റിക്കാണ്, എൻ്റെ അമ്മാൻ്റെയാണ്. കേട്ടിട്ടില്ല, കേട്ടാൽ പിന്നെ കൊള്ളുന്നു. പിന്നെ ഇതാണ് എൻ്റെ, കഴിഞ്ഞിട്ടില്ലല്ലേ. പിന്നെ ഒരു മോതിരം, എൻ്റെ ഇമ്മാൻ്റെ മോതിരാണ്, മരിച്ചു പോയിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ എത്രാമത്തെ 4ാമത്തെ അടി, ഇത്രക്കുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ റൂമിലുള്ള കാഴ്ചകളല്ലാതെ, ഇത്ര ഉള്ളൂ. കുഞ്ഞ് വ്ളോഗാണ്. അയ്യോ, ഇതൊക്കെ ഒന്ന് ചാടുണ്ട്. ഇതൊക്കെ നേരെ വെക്കട്ടെ. എനിക്കെൻ്റെ റൂം ഫസ്റ്റ് ഇത് അലങ്കോലായി കിടക്കിയത് കേട്ടോ. പിന്നെ ഒക്കെ നേരാക്കിയതാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ വിറ്റ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ നേരാക്കിയിട്ടുണ്ട്. ഇപ്പം എത്ര മണിയായി? ഇപ്പം 10:23 കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഉള്ള കുട്ടി കാഴ്ചകൾ കേട്ടോ. റൂമിൻ്റെ ഉള്ളിലുള്ള കുട്ടി കാഴ്ചകൾ. ഒരു കാര്യം മറന്നു, ഇവിടെ ഞാൻ കുറേ സംഭവങ്ങൾ തൂക്കിയിടും. ടാഗ് പൊതുവെ ഞാൻ ഇവിടെ തൂക്കിയിടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ബൈനോക്കുലറാണ്, ചെറിയൊരു ബൈനോക്കുലർ കണ്ടോ, അത് ഞാൻ ഇവിടെ തൂക്കിയിടലാണ്. പിന്നെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട് കേട്ടോ, ഹെഡ്സെറ്റ്. പിന്നെ ഒരു ബാഗിലൊന്നുമില്ല, കാലിയാണ്, കാൽപ്പെട്ടിയാണ്. ആൻഡ് ഇതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇതിൻ്റെ കലാവിരുദ്ധമല്ല, ഇത് പരത്തുന്നത്. ഇത് എൻ്റെ റയ്യ തന്നതാണ്, ഇതും റയ്യ വരച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചുമരിന് ഒട്ടിച്ച് വെച്ചതാണ്. പക്ഷെ ഞാൻ വരച്ചത് ഇങ്ങനൊന്നുമല്ല കാര്യം പറഞ്ഞില്ലപ്പോൾ കാരണം അത്രയും കോലം കെട്ട ചിത്രക്കാരനെ വരയ്ക്കാൻ കാരണം എനിക്ക് ക്ഷമയില്ല. ഞാനൊരു ക്ഷമയില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നൊരു വീഡിയോ. ഇനി ക്ഷമ എത്രത്തോളം ഉണ്ട് നോക്കാം. ഞാനിപ്പോൾ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് ആകെ കുളവും. കാരണം എനിക്ക് ക്ഷമയില്ല. ഞാൻ ക്ഷമയില്ലാത്ത ഒരാളാണ്. കസാര ഒന്നും നീട്ടാം. ഞാനിപ്പോൾ ഒരു ചിത്രം സെലക്ട് ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾ ഞെട്ടിപ്പോകും, കാരണം എൻ്റെ ചിത്രം ഫുൾ പാളിപ്പോകലാണ്. സത്യം പറയാം, എന്നോട് പറയില്ല, ഞാൻ സത്യം പറയാം. എൻ്റെ ആകെ നന്നായത് ക്രിസ്മസിന് ഞാൻ ആവാനോ ഡിസംബർ ആയ സമയത്ത് ക്രിസ്മസ് അല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് എന്താ പറയുക, അപ്പൂപ്പനെ വരച്ചിരുന്നു. അത് കുറച്ചും കൂടി എൻ്റെ ചിത്രത്തിൽ ഏറ്റവും നന്നായത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്കിതിൽ ക്യൂട്ട്
നോക്കാം. ആ, ഒന്ന് കിട്ടിയിരിക്കണം. ഇത് വരച്ചു നോക്കാം നമുക്ക്. ഇത് വരച്ചു നോക്കാം. ആദ്യം പെൻസിൽ എടുക്കട്ടെ. പെൻസിൽ എടുത്തിട്ട് ഒന്ന് വരച്ചു നോക്കാം. എനിക്ക് തന്നെ ചെറിയ അരിയുണ്ട്. ഒരു ബണ്ണിനെയാണ് വരയ്ക്കണത് കേട്ടോ. ബണ്ണി, ഹണി ബണ്ണി. എൻ്റെ ഇവിടെ ഒരു വര സ്കെച്ച് വരയ്ക്കും. ബ്ലാക്ക് എടുക്കാല്ലേ? ബ്ലാക്ക് എടുക്കണോ അതോ ബ്രൗൺ എടുക്കണം? ബ്ലാക്ക് എടുക്കല്ലേ? ഫൈനൽ ലുക്ക് കണ്ടെങ്കിൽ ഞെട്ടിപ്പോ, നിങ്ങൾക്ക് ചെറി വരും. അതാണ് എൻ്റെ പിക്ചേഴ്സ്. ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വരച്ച് നോക്കാം. എന്നിട്ട് ഇങ്ങനെ 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 എനിക്ക് പെട്ടെന്ന് വരച്ച് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ആകെ പിരാന്തിരിക്കാനും. എനിക്ക് പെട്ടെന്ന് വരച്ച് ചെയ്യണം, പെട്ടെന്ന്. അത് വൃത്തിയിൽ വേണം. ഇതാണ് എൻ്റെ ഒരു ഇത്. അതിനാണ് ക്ഷമയില്ല എന്ന് പറയുന്നത്. ഞാൻ പണ്ട് മുത്തുകോർക്കലിന് കൂടി. എൻ്റെ അമ്മക്ക് ബീഡ്സ് വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മാല, മുത്ത് അങ്ങനെ കുറേ ആൾക്കാർക്ക് അമ്മച്ചി കൊടുത്തിരുന്നു. ഇപ്പം അല്ല കേട്ടോ, ഇപ്പം എൻ്റെ അമ്മ പഠിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർക്ക് കൊടുത്തിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലുള്ള മാല, മുത്ത്, മാല, വള അങ്ങനത്തെ കുറേ കൊടുത്തിരുന്നു. ഇങ്ങനെ കല്യാണത്തിന് പറ്റി കുറേ എണ്ണം കൊടുത്തിരുന്നു ആൾക്കാർക്ക്. പിന്നെ അത് നിർത്തി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു. ചോദിച്ചാൽ എല്ലാവരും ചോദിച്ചു എന്താ നിർത്തിയത്. അപ്പോൾ എൻ്റെ അമ്മച്ചിൻ്റെ ക്ഷമല്ല എനിക്ക് കിട്ടിയത്. എൻ്റെ കൊച്ചുവിൻ്റെ എൻ്റെ മേമ എന്ന് പറയും. ഞാൻ എൻ്റെ മേമാനെ കൊച്ചു എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ കൊച്ചുക്ക് ക്ഷമല്ല, അപ്പോൾ എനിക്കും ക്ഷമല്ല. അപ്പോൾ ഓളെ സ്വഭാവമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ചിത്രം, ഒരു ക്യൂട്ട് പിക്ചർ. ഇങ്ങനെയാണ് ഇതിലുള്ളത്. ഇനി ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾ പറയും എന്തതിൻ്റെ കോലം. അതാ പറഞ്ഞ എനിക്ക് ക്ഷമല്ല. ഞാൻ കാര്യം പറയാം, എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റി, എനിക്കിനറിയില്ല. ഇനി വാർന്ന് കാണിച്ചു തരാം. ഇനി ഇത് ഒരു രസമുണ്ടല്ലേ കാണാനും, അടിപൊളിയല്ലേ? ഇനി ഒരു ബുക്ക് കിട്ടണമല്ലോ. ഇവിടെ ബുക്കുമില്ലേ? ഇവിടെ ഞാൻ ഈ ഒരു പിക്ചർ വരയ്ക്കാൻ പോവാണ്. ഈ പിക്ചറാണ് ഞാൻ കണ്ടത്. വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. എൻ്റെ അമ്മക്ക് ഭയങ്കര ക്ഷമയിട്ടു. ആളിപ്പോൾ ഇങ്ങനെ കുപ്പിമ്മ ഇങ്ങനെ ചിത്രം വരയ്ക്കുക, അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ക്ഷമ എനിക്ക് കിട്ടിയില്ല എന്നൊരു വിഷമം അതെനിക്ക് നല്ലോണമുണ്ട്. ഞാൻ ഭയങ്കര സ്ലോയിലാണ് വരയ്ക്കുന്നത്. എന്നാലും എൻ്റെ പിക്ചർ അങ്ങനൊന്നുമല്ല. ഇത് കുറച്ചും കൂടി ഇതാവുമെന്ന് ഞാൻ കരുതുന്നു, പക്ഷെ ആവില്ല. ഇത് കണ്ട ചെറുത് വിഷമം. ഇതിൻ്റെ കാലാണ് ഏറ്റവും വലിയ വിറ്റ് എന്ന് പറയുന്നത്.
എൻ്റെ അമ്മാൻ്റെ ക്ഷമ. ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടാവും, അത് ആർക്കും കിട്ടൂല. കാരണം അത്രയും ക്ഷമ ആൾക്കും. മോണ്ട ഓക്കെ. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കിയാൽ നമുക്ക് കളറൊക്കെ കൊടുക്കണ്ടേ? അതിന് കളർ കൊടുക്കണ്ടല്ലേ, ജസ്റ്റ് ഒക്കെ കാണിച്ചിട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ മുത്തുകോർക്കലിൻ്റെ കാര്യം പറഞ്ഞ എവിടെ നിർത്തിയില്ലേ? പിന്നെ പറഞ്ഞിട്ടില്ലല്ലോ, ഉണ്ടല്ലോ. മുത്തുകോർക്കലിന് ഞാൻ എന്നെ കൂട്ടി ഹെഡ് മാഷ്. അങ്ങനെ എത്ര കഷ്ടപ്പെട്ട് മിസ്സിനെ പഠിപ്പിച്ചു. എനിക്ക് സെക്കൻഡ് കിട്ടി. എനിക്ക് ഇങ്ങനത്തേനൊന്നും അത്ര മൂടില്ലാത്തൊരാളാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തേനും മുത്തുകോർക്കൽ അതൊന്നും ഇഷ്ടമില്ലാത്തൊരാളാണ് ഞാൻ. എനിക്ക് പിന്നെ എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ കളിക്ക്. ഇവിടെ എനിക്ക് കളിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അപ്പം ഞാൻ ചിത്രം വരക്കും, എന്ത് ചെയ്യുക അതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ട് മൂക്ക് ഇട്ട് കണ്ണ് നമുക്ക് വരച്ചെടുക്കാം. ആൻഡ് ദിസ് ഈസ് പിക്ചർ. ഇതാണ് പിക്ചർ. പക്ഷേ വന്നത് ഇതാണ് എൻ്റെ ക്ഷമ. അപ്പം ഇതിൽ ഏതും എനിക്ക് വരയ്ക്കാൻ കഴിയില്ല. അതാണ് ഞാൻ. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ വീഡിയോ, ഇത്ര ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ മാറ്റി വീണ്ടും വരാം. അപ്പോഴേക്കും ബൈ.